ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ നമ്മുടെ റെസിപ്പി പപ്പായ കൊണ്ടൊരു പച്ചടിയാണ്. സദ്യ സ്പെഷ്യൽ പച്ചടിയാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഞാൻ പപ്പായൊക്കെ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ ചെറുതായിട്ടാണ് ഒന്ന് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. ഇനി പപ്പായ നമുക്കൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ പപ്പായ എല്ലാം ഇതുപോലെ ഒരു പാത്രത്തിലേക്ക് ഇട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് പച്ചമുളകാണ്. ഞാനിവിടെ ഒരു പച്ചമുളകാണ് എടുത്തിരിക്കുന്നത്. നമുക്കത് ചെറുതായി കട്ട് ചെയ്ത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി വേണ്ടത് ആവശ്യത്തിനുള്ള ഉപ്പാണ്. കുറച്ച് ഉപ്പ് കൂടി നമ്മളിതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ പപ്പായൊക്കെ നന്നായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി വെന്ത് ഈ വെള്ളം ഒന്ന് വറ്റി വരണം. ഈ സമയം കൊണ്ട് നമുക്ക് പച്ചടിക്ക് വേണ്ട അരപ്പ് തയ്യാറാക്കിയെടുക്കാം. കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ കാന്താരി മുളകാണ് ചേർത്ത് കൊടുത്തത്. ഇനി നമുക്ക് വേണ്ടത് ജീരകം, കുറച്ച് കടുക്, ഒരു സ്പൂൺ തൈര്, കട്ട തൈരാണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് പേസ്റ്റ് പോലെ ഒന്ന് അരച്ചെടുക്കണം. അപ്പം നമ്മുടെ പപ്പായൊക്കെ ഏകദേശം ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഈ വെള്ളവും കൂടെ ഒന്ന് വറ്റി വരണം. അപ്പം നമ്മുടെ പപ്പായയുടെ വെള്ളമൊക്കെ ഒന്ന് വറ്റി വന്ന് പപ്പായ നന്നായിട്ടൊന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ അടിച്ചു വെച്ചിരിക്കുന്ന അരപ്പൂടെ നമുക്കതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഇനി നമുക്ക് ആ മിക്സി ഒന്ന് കഴുകി ആ വെള്ളവും കൂടെ ഒന്ന് വീത്തി കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഇതൊന്ന് ചൂടായി വരുമ്പോൾ നമുക്കൊന്ന് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് തൈരാണ്. ഞാനിവിടെ ഒരു കട്ട തൈരാണ് എടുത്തിരിക്കുന്നത്. നന്നായിട്ടൊന്ന് ഉടച്ചെടുത്തിട്ടുണ്ട്. ഈ തൈരും കൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി എടുത്തിട്ടുണ്ട്. തണുത്തതിന് ശേഷമാണ് നമ്മളിതിലേക്ക് തൈര് ചേർത്ത് കൊടുത്തത്. ഇനി നമുക്കിതിലേക്കൊന്ന് താളിച്ചൂടെ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒന്ന് താളിച്ചൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വറ്റൽമുളകും കറിവേപ്പിലയും കടുകും ഇട്ടാണ് നമ്മളിതൊന്ന് താളിച്ചെടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള പപ്പായ പച്ചടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കാൻ പറ്റിയൊരു സദ്യ വിഭവമാണ് പപ്പായ പച്ചടി. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അതുപോലെ തന്നെ ഫീഡ്ബാക്ക് അറിയിക്കാനും മറക്കല്ല്. ഇഷ്ടപ്പെട്ടാൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ല്. ഇതുപോലുള്ള ഈസി റെസിപ്പിയുമായിട്ട് ഇനിയും കാണുന്നതുവരെ ബൈ ആൻഡ് താങ്ക് ഫോർ വാച്ചിങ്.